ഒരു പക്ഷേ ജയിച്ചാൽ ഈ മന്ത്രിസഭയിലെ ഒരു പ്രധാന മുഖമാകാവുന്ന ആളായിരുന്നു ടി.എൻ. പ്രതാപൻ എന്ന് വേണം കരുതാൻ. ടി.എൻ. പ്രതാപൻ പക്ഷേ ഓരോ ഘട്ടത്തിലും, അതായത് മണലൂരിൽ നമ്മൾ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ 8 മണി മുതൽ നമുക്ക് മാറ്റി മാറ്റി പറയേണ്ടതായി വന്നിട്ടുണ്ട്. ചെറിയ ഭൂരിപക്ഷം, അതായത് ചെറിയ ലീഡാണ്. ആര് മുന്നിലെത്തിയാലും, ടി.എൻ. പ്രതാപൻ മുന്നിലെത്തിയാലും രവീന്ദ്രനാഥ് മുന്നിലെത്തിയാലും നമുക്ക് നൽകാൻ സാധിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ 675 രവീന്ദ്രനാഥ് മുന്നിലാണ്. അല്പം നേട്ടം മാത്രമേ ഉള്ളൂ. അത് ക്ലൈമാക്സിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ 2075 വോട്ടുകൾക്ക് ഐഷ പോറ്റിയേക്കാൾ ബാലഗോപാൽ മുന്നിലാണ് എന്ന് വേണം കരുതാൻ. അവിടെ ചില കാര്യങ്ങളുണ്ട്. ഈ CR രശ്മി എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി, അതായത് UDF ൽ നിന്ന് പോയി BJP ഭാഗമായി അവർ പിടിച്ച വോട്ടുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനയായിരിക്കുന്നത്. പക്ഷെ അവർ അത്തരത്തിലൊരു സംഗതി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ രശ്മി തന്നെ നിന്നിരുന്നെങ്കിൽ കൊട്ടാരക്കര ജയിച്ചേനെ. അതായത് ഒരു സ്ഥാനാർത്ഥിയെ CPM നിന്ന് അടർത്തിയെടുത്ത് കോൺഗ്രസ് കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അടർത്തി മാറ്റി BJP മത്സരിപ്പിച്ചു. അതാണ് കൊട്ടാരക്കരയിൽ നടന്നത്. അങ്ങനെ കൗതുകകരമായ ഒരു പോരാട്ടമായിരുന്നു നടന്നത്. അതായിരിക്കും അഴീക്കോട് ഇഞ്ചോടിഞ്ചാണ്. 181 വോട്ടുകൾക്ക് മാത്രമാണ് അഴീക്കോട് നമുക്കറിയാം LDF-ന്റെ കോട്ടയാണ്, CPM-ന്റെ കോട്ടയാണ്. സുമേഷാണ് മത്സരിക്കുന്നത് അവിടെ. സുമേഷിന് ഏറെ ജനകീയതയുള്ള നേതാവാണ്. അവിടെ വെറും 181 വോട്ടുകൾക്ക് മാത്രമാണ്. കോട്ടയത്ത് മണലൂരും അഴീക്കോടും ഇഞ്ചോടിഞ്ച്. കോട്ടയത്ത് പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അചഞ്ചലനായി നിൽക്കുകയാണ്. അവിടെ 35,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം 20,000 കടന്നു. ജീസ്ബാഗിന്റെ ഭൂരിപക്ഷം 20,378. സതീഷ് കൊച്ചുപറമ്പിൽ കോന്നിയിൽ 417 വോട്ടുകൾക്ക് മുന്നിൽ. ഫോട്ടോ ഫിനിഷിലായിരിക്കും ഒരു പക്ഷേ കോന്നിയിലെ ഫലം അറിയേണ്ടത്. അങ്ങനെ പത്തനംതിട്ട തൂത്തുവാരാൻ പറ്റുമോ, പത്തനംതിട്ട തൂത്തുവാരാൻ സാധിക്കുമോ എന്നതാണ് ഇനി UDF ക്യാമ്പുകളെ. അത്ഭുതങ്ങളാണ് അഭിലാഷ് സംഭവിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാൻ നമ്മളൊക്കെ നടത്തിയ സർവേ ഒക്കെ വെറും പാഴ് സർവേകളായി. ഞാൻ നടത്തിയ സർവേ അത്ര പാഴൊന്നുമല്ല. എന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നോക്കിയാൽ രഞ്ജിത്തിന് മനസ്സിലാക്കാം. 97 സീറ്റാണ് ഞാൻ പ്രഡിക്ട് ചെയ്തത്. അതിലൊരു ചെറിയ മാറ്റമുണ്ട്. അങ്ങനെ പറയാൻ അല്ല, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഇതൊന്നും ഒരിക്കലും ഒരു കാരണവശാലും വിജയിക്കുന്ന പ്രതീക്ഷിച്ച സീറ്റുകളെ അല്ല. എന്തായാലും ആദർശ് സമരവിള സ്പോൺസർ ചെയ്യുന്ന 5,000 രൂപയിലാണ് ഇപ്പോഴും എന്റെ നോട്ടം. അതിലേക്ക് എത്തുമോ എന്ന് നമുക്കറിയാം. ഒരു BJP സ്ഥാനാർത്ഥി വിജയിച്ചു.